ഓക്കെ, നമുക്ക് അടുത്ത ഒരു പോർഷനിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 3 ഇക്കണോമിക് ആക്ടിവിറ്റീസ്: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഈ 3 ഇക്കണോമിക് ആക്ടിവിറ്റീസ് തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നു, താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താരതമ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്താണ്? ഒന്നാമത്തെ നോക്കാം നമുക്ക്. മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എങ്ങനെ ആരംഭിക്കാൻ വേണ്ടി പറ്റും? ബിസിനസ് ആരംഭിക്കുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ബിസിനസ് ഒരാൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു തീരുമാനം മാത്രമേ വേണ്ടൂ. ചില ബിസിനസ്സുകൾക്ക് ചില ലൈസൻസുകൾ, പെർമിറ്റുകളൊക്കെ ആവശ്യമുണ്ടായിരിക്കും. ലോക്കലായിട്ട് ചില അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും. അത് ബിസിനസ്സിൻ്റെ സൈസ്, അതിൻ്റെ ടൈപ്പ് ഒക്കെ അനുസരിച്ച് മാറുകയും ചെയ്യും. പക്ഷെ പ്രധാനമായിട്ടും ഒരു ബിസിനസ് നമ്മുടെ രാജ്യത്ത് ആർക്കും ആരംഭിക്കാം, ഒരാളുടെ ഒരു ഡിസിഷൻ മാത്രം മതി. പ്രൊഫഷൻ നമുക്ക് അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് തീരുമാനിച്ച് നടത്താൻ വേണ്ടി കഴിയുന്ന ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി അല്ല. ഒരു പ്രൊഫഷണൽ ആവണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു പ്രൊഫഷണൽ ബോഡി അല്ലെങ്കിൽ പ്രൊഫഷണൽ അസോസിയേഷനിൽ അംഗമായിരിക്കണം. അവരുടെ ഒരു സംഘടനയിൽ അംഗമായിരിക്കണം. ആ സംഘടനയിൽ അംഗമാകണമെങ്കിൽ നമുക്ക് അതിൽ ആവശ്യമുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഡോക്ടർമാരുടെ ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ അംഗമാകണമെങ്കിൽ ചുരുങ്ങിയത് മെഡിസിനിൽ ഒരു ഗ്രാജുവേഷൻ MBBS എങ്കിലും വേണം. MBBS എങ്കിലും ഉള്ളവർക്ക് മാത്രമേ ആ സംഘടനയിൽ അംഗമാകാനും പ്രൊഫഷൻ ആരംഭിക്കാനും വേണ്ടി കഴിയൂ. അതേസമയത്ത് ഒരു എംപ്ലോയ്മെൻറ്റ് ആരംഭിക്കണമെങ്കിൽ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വേണം. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, നേച്ചർ ഓഫ് വർക്ക്. എന്ത് തരം ജോലിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്? ബിസിനസ്സുകാരെന്താണ് ചെയ്യുന്നത്? അവർ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു എന്നുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പ്രൊഫഷണൽസ് ചെയ്യുന്നത് അവരുടെ എക്സ്പേർട്ട് പേഴ്സണലൈസ്ഡ് സർവീസ്, അവർ ആർജിച്ചെടുത്തിരിക്കുന്ന എക്സ്പെർട്ടൈസ്, വൈദഗ്ധ്യം. അപ്പോൾ ആ ഒരു സേവനമാണ് അവരുടെ ക്ലയൻസിന് അല്ലെങ്കിൽ അവരുടെ പേഷ്യൻസിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ പേഷ്യൻസ് ആണ് അവരുടെ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അഡ്വക്കേറ്റുമാർക്ക് ക്ലയൻറ്റ് ഉണ്ട്, അവർ കേസുമായി പോകുന്ന ആൾക്കാർ. അപ്പോൾ അവർ പഠിച്ചെടുത്തിരിക്കുന്ന എക്സ്പേർട്ടായിട്ടുള്ള സർവീസാണ് ഈ പറയുന്ന ആൾക്കാർക്ക് അവർ നൽകുന്നത്, പബ്ലിക്കിന് ആവശ്യമുള്ള ആൾക്കാർക്ക് നൽകുന്നത്. എംപ്ലോയ്മെൻറ്റിൽ ഒരു എംപ്ലോയി ചെയ്യുന്നത് എന്താണ്? സർവീസ് കോൺട്രാക്റ്റ് പ്രകാരം പറയുന്ന ജോലി. എന്താണ് സർവീസ് കോൺട്രാക്റ്റ്? ആരാണ് ഉണ്ടാക്കുന്നത്? എംപ്ലോയി കോൺട്രാക്റ്റാണ്. അപ്പോൾ അത് അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ അതിൽ പറയുന്ന ജോലിയാണ് ഒരു എംപ്ലോയി ചെയ്യേണ്ടത്. റിവാർഡ്, ഈ പറയുന്ന ഇക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്താൽ എന്താണ് പ്രതിഫലമായിട്ട് ലഭിക്കുക? ബിസിനസ് ചെയ്താൽ നമുക്കറിയാം പ്രോഫിറ്റാണ് ലഭിക്കുക. പ്രോഫിറ്റ് ലഭിക്കണമെന്നില്ല, പക്ഷെ പ്രോഫിറ്റാണ് സാധാരണയായിട്ട് ലഭിക്കുക. പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊഫഷണൽസിന് ഫീസ് കിട്ടും. എംപ്ലോയ്മെൻറ്റിലുള്ള ആൾക്കാർക്ക് എംപ്ലോയീസിന് എന്ത് കിട്ടും? സാലറി കിട്ടും, അല്ലെങ്കിൽ വേജസ് കിട്ടും. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ എന്താണ്? ബിസിനസ് തുടങ്ങാനുള്ള ക്വാളിഫിക്കേഷൻ. നമ്മുടെ രാജ്യത്ത് നിന്നല്ല, ലോകത്തെവിടെയും ബിസിനസ് തുടങ്ങാൻ പ്രത്യേകിച്ച് ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല. അങ്ങനെ ഇന്ന് ഡിഗ്രി വരെ പഠിച്ച ആൾക്കാർ ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റൂ, അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായ ആൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അങ്ങനെയൊന്നും എവിടെയും ഇല്ല. ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും ആവശ്യമില്ല. അതേസമയത്ത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ, എത്രമാത്രം എഡ്യൂക്കേഷൻ ഉണ്ടോ അത്രയും നല്ലതാണ് എന്നല്ലാതെ അങ്ങനെ ഒരു നിർബന്ധമില്ല എന്നർത്ഥം. പ്രൊഫഷൻ തുടങ്ങണമെങ്കിൽ, ഒരു പ്രൊഫഷണൽ ആവണമെങ്കിൽ പ്രൊഫഷണൽ അസോസിയേഷൻ പറയുന്ന ക്വാളിഫിക്കേഷൻസ് നേടിയിരിക്കണം. ഇപ്പോൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അഡ്വക്കേറ്റുമാരുടെ പ്രൊഫഷണൽ ബോഡിയാണ്. അപ്പോൾ അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ LLB അല്ലെങ്കിൽ LLM തുടങ്ങിയ കോഴ്സുകൾ പാസ്സായിട്ടുണ്ടാവണം. എംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയിക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? അത് ആ ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് എംപ്ലോയർ തീരുമാനിക്കും എന്താണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഒഴിവുണ്ടാകുമ്പോൾ തന്നെ ആ അക്കൗണ്ടൻറ്റിന് എന്തൊക്കെ യോഗ്യതകൾ വേണം, ക്വാളിഫിക്കേഷൻസ് വേണമെന്ന് നമ്മുടെ സ്ഥാപനമാണ്, ബിസിനസ് സ്ഥാപനമാണ് അല്ലെങ്കിൽ എംപ്ലോയറാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. എത്രമാത്രം ക്യാപിറ്റൽ ആവശ്യമുണ്ട്? ബിസിനസ്സിന് തീർച്ചയായിട്ടും ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ആ ബിസിനസ്സിൻ്റെ സൈസ് അനുസരിച്ചിട്ട്, അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലാർജ് സ്കെയിൽ ബിസിനസ് ആണെങ്കിൽ ഹ്യൂജ് ക്യാപിറ്റൽ വേണ്ടി വരും. അതേസമയത്ത് ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ആണെങ്കിൽ കുറച്ച് ക്യാപിറ്റൽ മതി. സോ ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്, ക്യാപിറ്റൽ ഈസ് കമ്പൽസറി. ക്യാപിറ്റൽ ഉണ്ടായേ തീരൂ. അത് എത്ര വേണ്ടി വരും എന്നുള്ളത് ബിസിനസ്സിൻ്റെ നേച്ചറും അതുപോലെ തന്നെ സൈസിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് എന്നർത്ഥം. പ്രൊഫഷൻ തുടങ്ങാൻ വേണ്ടി പരിമിതമായ ക്യാപിറ്റൽ മതി. ഇപ്പോൾ
ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് അയാളൊരു ഓഫീസ് തുടങ്ങുന്നു, അപ്പോൾ ഓഫീസ് സജ്ജീകരിക്കുക, അതിനാവശ്യമുള്ള ചെലവുകൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡെൻ്റൽ ഡോക്ടറൊക്കെ ഒരു ക്ലിനിക്ക് തുടങ്ങും, അപ്പോൾ ആ ക്ലിനിക്കിൽ ആവശ്യമുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാപിറ്റൽ വേണം, പക്ഷേ ബിസിനസ്സിൻ്റെ ഇതുപോലെ അധികം ക്യാപിറ്റലൊന്നും ആവശ്യമില്ല, പരിമിതമായ ക്യാപിറ്റൽ മതി. എംപ്ലോയിക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപിറ്റൽ ആവശ്യമില്ല. അയാൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് അയാളുടെ ജോലി ചെയ്യാനും ശമ്പളം വാങ്ങി ജീവിക്കാനും പറ്റും. അതിന് ക്യാപിറ്റലിൻ്റെ ആവശ്യമൊന്നും ഇല്ല. റിസ്ക്, എത്രമാത്രം റിസ്ക് ഉണ്ട് ബിസിനസ്സിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയാണ്, പോസിബിലിറ്റി ഓഫ് ലോസ്. അത് ബിസിനസ്സിൽ വളരെ കൂടുതലാണ്. ബിസിനസ്സിൻ്റെ ഭാഗമാണ് റിസ്ക്. നമ്മളതിനെപ്പറ്റി വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. പ്രൊഫഷണലിൽ റിസ്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള റിസ്ക്കാണ്. ഇത് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽസിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, അവരുടെ ഒരു പേഴ്സണലൈസ്ഡ് സ്കിൽഡ് ആയിട്ടുള്ള സർവീസാണ് കൊടുക്കുന്നത്, എക്സ്പേർട്ട് സർവീസാണ് കൊടുക്കുന്നത്. അതിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അഡ്വക്കേറ്റുമാരൊക്കെ ഒരേ പരീക്ഷ പാസ്സായിട്ട് വരുന്നവരാണെങ്കിലും അവരുടെ പ്രൊഫഷണലിലുള്ള അവരുടെ കഴിവിൽ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് എല്ലാവരും ഒരേപോലെ സക്സസ്ഫുൾ ആകണമെന്നില്ല. ഡോക്ടർമാരുടെ കേസിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. റിസ്ക് ഉണ്ട്, പക്ഷെ പരിമിതമാണ്, കുറച്ച് റിസ്ക് മാത്രമേ ഉള്ളൂ. എംപ്ലോയ്മെൻറ്റിൽ അങ്ങനെ റിസ്ക് ഒന്നുമില്ല. ജോലി ഉള്ളിടത്തോളം കാലം അയാൾ സേഫാണ്. ജോലി ഇത് പിരിച്ചുവിടാനുള്ള സാധ്യത അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് പോലെ ഇരിക്കും. അയാൾ എത്രമാത്രം സ്ഥാപനത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ ഈ പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അത് നമുക്ക് മറ്റൊരാൾക്ക് കൈമാറാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ബിസിനസ്സിൽ ഇറ്റ് ഈസ് പോസിബിൾ. ഇപ്പം ഞാൻ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് പെട്ടെന്ന് ബിസിനസ് നിർത്തണമെന്ന് തോന്നിയാൽ അത് എനിക്ക് മറ്റൊരാൾക്ക് കൈമാറാം. അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ മറ്റൊരു ആൾക്ക്, എൻ്റെ ബ്രദേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വൈഫിന് ആ ബിസിനസ് കൈമാറാൻ വേണ്ടി പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊഫഷണൽ അത് സാധ്യമല്ല. ഇപ്പോൾ ഒരു ഡോക്ടർ മരിച്ചു പോയാൽ ആ ആശുപത്രി അയാളുടെ ഭാര്യയ്ക്ക് നടത്താൻ വേണ്ടി, ഡോക്ടർ എന്നുള്ള നിലയിൽ നടത്താൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്താൻ വേണ്ടി പറ്റിയിരിക്കും. പ്രൊഫഷൻ നമുക്ക് കൈമാറാൻ വേണ്ടി പറ്റില്ല, അത് അയാൾക്ക് മാത്രമേ ചെയ്യൂ. കാരണം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആർജിച്ചിരിക്കുന്ന ആൾക്ക് മാത്രമേ പ്രൊഫഷൻ ചെയ്യാൻ വേണ്ടി പറ്റൂ. അത് മറ്റൊരാൾക്ക് വിൽക്കാനോ കൈമാറാനോ സാധിക്കും. എംപ്ലോയ്മെൻറ്റിലും അത് സാധിക്കില്ല. നമുക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, നമുക്ക് ജോലി വേണ്ട, അപ്പം നമ്മൾ പറയുന്നത് നമ്മൾ ഈ ജോലി എൻ്റെ സുഹൃത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം അല്ലാതാണ്. കോഡ് ഓഫ് കോണ്ടക്ട്, പെരുമാറ്റച്ചട്ടം, അതായത് ഈ പറയുന്ന അംഗങ്ങൾ പാലിക്കേണ്ടത്, ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു നിയമാവലി, അതിനെയാണ് നമ്മൾ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്നത്. ബിസിനസ്സിന് അങ്ങനെ കോഡ് ഓഫ് കോണ്ടക്ട് ഒന്നുമില്ല. പ്രൊഫഷണൽസിന് കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്, അവരുടെ പ്രൊഫഷണൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. നേരത്തെ പറഞ്ഞ അവരുടെ പ്രൊഫഷണൽ അസോസിയേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡി തീരുമാനിക്കുന്ന കോഡ് ഓഫ് കോണ്ടക്ട്, പെരുമാറ്റച്ചട്ടം എല്ലാ അംഗങ്ങൾക്കും ബാധകമാണ്. അവരെല്ലാവരും അത് പാലിക്കണം. എംപ്ലോയ്മെൻറ്റിൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്, അത് എംപ്ലോയറാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, എംപ്ലോയറാണ് അത് തീരുമാനിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സർവീസ് കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. എംപ്ലോയ്മെൻറ്റ്, പ്രൊഫഷൻ, ബിസിനസ്, ഈ 3 ഇക്കണോമിക് ആക്ടിവിറ്റീസും നമ്മൾ കമ്പയർ ചെയ്തതാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊരു ടേബിളായിട്ട് തരും. അപ്പോൾ 2-3 പോയിന്റ് ഉണ്ടാവും. അതിൽ ഒരു ബോക്സ് കാലിയായിരിക്കും, ഓരോ റോയിലും ഒരു ബോക്സ് കാലിയായിരിക്കും. നമ്മളത് ഫില്ല് ചെയ്യാനാണ് പഠിക്കേണ്ടത്. 8 പോയിൻ്റാണുള്ളത്. ഇത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റും. പരീക്ഷ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്, 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അനായാസമായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു പോർഷനാണ്. ഓക്കെ, താങ്ക് യു.